വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് ബ്ലോഗർ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്സ് ആണ്. ഇത് നമുക്ക് രാവിലത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മുട്ടയും പഴവും ചിക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പഴവും മുട്ടയാണ് കേട്ടോ. ഏത് മുട്ടയായാലും കുഴപ്പമില്ല. പഴം വേണം. നമുക്കൊന്നത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പഴം എടുക്കുക. ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം എടുക്കുക, രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ കണക്കനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 3 പഴമാണ്. അപ്പോൾ നമുക്കിങ്ങനെ പഴം അരിഞ്ഞു കൊടുക്കുക. കട്ടിക്ക് മാക്സിമം അരിയണം കേട്ടോ. കട്ടിക്ക് വേണമെങ്കിൽ ലൂസായിട്ട് അരിയാം, വേണമെങ്കിൽ കട്ടിക്ക് അരിയാം. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ പഴം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്കിത് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഗൈസ് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നെയ്യായിരുന്നു ഒഴിക്കേണ്ടത്. നെയ്യ് തീർന്നായിരുന്നാണ് നമ്മൾ ഓയിൽ ഒഴിച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് അപ്പോൾ ഗൈസ് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എൻ്റെ അനിയത്തിമാർക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.